ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആധുനിക ഗവേഷണത്തിലൂടെ ഇന്ത്യ യോഗയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര യോഗ ദിനം വിപുലമായി ആചരിച്ച് സംസ്ഥാനം. കേരളത്തെ സമ്പൂർണ്ണ യോഗ സംസ്ഥാനമായി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി GR അനിൽ. വിദ്യാർത്ഥികൾ ജനാധിപത്യത്തെ അറിഞ്ഞു വളരണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പരമ്പരാഗത കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനത്താകെ നടപ്പാക്കുന്ന ഞാറ്റുവേല ചന്ത കർഷക സഭ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക്. വാർത്തകൾ വിശദമായി. 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനം വിപുലമായി ആഘോഷിച്ച് രാജ്യം. വിശാഖപട്ടണത്ത് 3 ലക്ഷത്തോളം പേർ പങ്കെടുത്ത യോഗാഭ്യാസ പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. ലോകം സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ യോഗ സമാധാനത്തിലേക്കുള്ള ദിശാബോധം നൽകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ആധുനിക ഗവേഷണത്തിലൂടെ യോഗയുടെ ശാസ്ത്രത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെറാഡൂണിൽ യോഗദിന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും യോഗാഭ്യാസ പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും അന്താരാഷ്ട്ര യോഗദിന പരിപാടികൾ സംഘടിപ്പിച്ചു. ആയുഷ് മന്ത്രാലയത്തിന്റെയും നാഷണൽ ഹെൽത്ത് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച ദിനാചരണത്തെ കേന്ദ്ര സഹമന്ത്രി രാംദാസ് അഠാവലെ അഭിസംബോധന ചെയ്തു. ടൂറിസം മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുത്തു. കൊച്ചി ബോൾഗാട്ടി പാലസ് ഇവന്റ് സെന്ററിൽ നടന്ന അന്താരാഷ്ട്ര യോഗ ദിന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. രാജ്ഭവനിൽ മേര യുവഭാരത് പ്രവർത്തകർക്കൊപ്പം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ യോഗ ദിനാചരണത്തിൽ പങ്കെടുത്തു. ജില്ലകളിലുടനീളം വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ യോഗാഭ്യാസം സംഘടിപ്പിച്ചു. കേരളത്തെ സമ്പൂർണ്ണ യോഗ സംസ്ഥാനമായി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. ഇതിനു മുന്നോടിയായി മികച്ച പ്രവർത്തനങ്ങൾ നടത്തി സമ്പൂർണ്ണ യോഗ കൈവരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ പ്രത്യേകമായി അംഗീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിൽ നടന്ന അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. യോഗ ജനകീയമാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനത്ത് 10,000-ത്തിലധികം യോഗ ക്ലബ്ബുകൾ സ്ഥാപിച്ചതെന്നും ശ്രീമതി വീണ ജോർജ് വ്യക്തമാക്കി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിന് മുതൽക്കൂട്ടാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പത്തനംതിട്ട കവിയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാൻമന്ത്രി ഗ്രാമീൺ സഡക് യോജനയുടെ ഭാഗമായി ശാസ്താങ്കൽ മുറ്റിയപ്പള്ളി ഉത്താനത്തുപടി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ശ്രീ ജോർജ് കുര്യൻ നിർവഹിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭാ ചർച്ചകളുടെ മലയാള പരിഭാഷയുടെ 1ാം വാല്യത്തിന്റെ പ്രകാശനം ചൊവ്വാഴ്ച നിയമസഭാ സമുച്ചയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഭരണഘടനാ നിർമ്മാണ സഭയെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രയാണത്തെയും കുറിച്ച് നിയമസഭാ മ്യൂസിയം ഒരുക്കുന്ന പ്രദർശനം സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 8-ന് ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടും തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടും എണ്ണും. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ച സ്ട്രോങ് റൂമിൽ സായുധ പോലീസിന്റെ സുരക്ഷയിലാണ് EVM-കൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഞാറ്റുവേലകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പരമ്പരാഗത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനത്താകെ നടപ്പിലാക്കുന്ന ഞാറ്റുവേല ചന്തയും കർഷക സഭകളും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഏപ്രിൽ 14 മുതൽ ജൂലൈ 5 വരെ 2.5 മാസ കാലയളവിലാണ് കാർഷിക പ്രാധാന്യമുള്ള ഞാറ്റുവേലകൾ. കാർഷിക വിളകൾ നടുന്നതിനും വിത്ത് പാകുന്നതിനും ഈ കാലയളവ് വളരെ ഉത്തമമാണെന്ന് കരുതപ്പെടുന്നു. ഈ സമയത്ത് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഞാറ്റുവേല ചന്തകൾ. ചോക്ലേറ്റ് നിർമ്മാണത്തിനിടെ ബാക്കിയാവുന്ന കൊക്കോ ഹസ്കും പൾപ്പും പോഷകമൂല്യമുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളായി മാറ്റിയിരിക്കുകയാണ് കേരള കാർഷിക സർവകലാശാല. കൊക്കോ ഹസ്ക് കുക്കികളും റെഡി ടു സെർവ് പാനീയവുമാണ് വികസിപ്പിച്ചത്. സംരംഭത്തിന് നേതൃത്വം നൽകിയ കാർഷിക സർവകലാശാല പ്രൊഫസർ ആൻഡ് ഹെഡ് കൊക്കോ റിസർച്ച് സെന്റർ ഡോക്ടർ മിനിമോൾ JS ആകാശവാണി വാർത്തകളോട്.
കൊക്കോയുടെ തൊണ്ട് കൊതുകിന്റെ ബ്രീഡിംഗ് സെന്റർ ആയിട്ട് മാറുകയാണ്. ഇതിനൊരു പ്രതിവിധി എന്നുള്ള രീതിയിലാണ് കൊക്കോ തൊണ്ടിൽ നിന്ന് കുക്കീസ് എന്നുള്ള കൺസെപ്റ്റുമായിട്ട് വന്നിട്ടുള്ളത്. 2 തരം കുക്കീസ് കാർഷിക സർവകലാശാല ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഡയബറ്റിക്സ് ആയിട്ടുള്ള ആൾക്കാർക്കും പ്രായമായ ആളുകൾക്കും ഉപയോഗിക്കാം. മറ്റൊരു വേസ്റ്റ് ആണ് കൊക്കോ പൾപ്പ്. പുളിപ്പിക്കാൻ ആവശ്യമുള്ള കൊക്കോ പൾപ്പ് അതിൽ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള കൊക്കോ പൾപ്പ് എടുത്ത് അതിനെ റെഡി ടു സെർവ് ഡ്രിങ്ക് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നിയമസേവന സ്ഥാപനങ്ങൾ സർക്കാർ വകുപ്പുമായി കൈകോർത്ത് പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംധാർ. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലീഗൽ സർവീസസ് സമ്മിറ്റ് 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗോത്രവിഭാഗങ്ങൾ, ദുരിതബാധിതർ, കുട്ടികൾ എന്നിവർക്ക് നീതി വൈകരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. വിദ്യാർത്ഥികൾ ജനാധിപത്യത്തെ അറിഞ്ഞു വളരണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിദ്യാലയങ്ങളെയും ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗവർണറുടെ അധികാരങ്ങളും കടമകളും സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയിട്ടും സാമ്പത്തിക പ്രതിസന്ധി മൂലം തുടർ പഠനത്തിന് സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാകാൻ പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് പദ്ധതിയുമായി ഇടുക്കി ജില്ലാ ഭരണകൂടം. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു വിദ്യാർത്ഥിയുടെയും പഠന സ്വപ്നങ്ങൾ സാമ്പത്തിക ബാധ്യത കാരണം മുടങ്ങില്ലെന്ന് ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്പോൺസർമാരിൽ നിന്നും സഹായം കണ്ടെത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സാമ്പത്തിക സഹായം നൽകാൻ താൽപര്യമുള്ള വ്യക്തികൾക്കും സഹായം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്കും idiki.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ സമർപ്പിക്കാം. സ്പോൺസർമാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഏകോപനം കളക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും നടക്കുക. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി GR അനിൽ. നമ്മുടെ നാട് മറ്റെന്തിനേക്കാളും വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ തിരുവനന്തപുരത്ത് പെൻഷൻ ഭവനിൽ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് സംഘടിപ്പിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്യവെ മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇന്ന് കാണുന്ന സാമൂഹിക പുരോഗതിയുടെ അടിസ്ഥാനം വിദ്യാഭ്യാസ രംഗത്തെ മികവുകൊണ്ടാണെന്നും മന്ത്രി വ്യക്തമാക്കി. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭൂമി ഉറപ്പാക്കുമെന്ന് മന്ത്രി OR കേളു. കാസർഗോഡ് പനത്തടി ഗ്രാമപഞ്ചായത്തിലെ പ്രകൃതി ദുരന്ത ബാധിത പ്രദേശത്ത് പട്ടികവർഗ വികസന വകുപ്പ് 10 കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഭവനങ്ങളുടെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയം നൽകൽ, അദാലത്ത് തുടങ്ങിയ നടപടികളിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ. 3 വിക്കറ്റ് നഷ്ടത്തിൽ 359 റൺസ് എന്ന നിലയിൽ ഇന്ന് 1ാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ഇന്ത്യ 10 വിക്കറ്റ് നഷ്ടത്തിൽ 471 റൺ നേടി. ഓപ്പണർ യശസ്വി ജയ്സ്വാൾ, ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത് എന്നിവരുടെ സെഞ്ചുറി മികവിലാണ് സ്കോർ 400 കടന്നത്. തമിഴ്നാട് വാൽപ്പാറയിൽ പുലി പിടിച്ച 4 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. ലയത്തിൽ നിന്ന് 300 മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ഇന്നലെ വൈകിട്ടാണ് പുലി ആക്രമിച്ചത്. സംസ്ഥാനത്ത് ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ ഈ വർഷം നവംബറിൽ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് മന്ത്രി കെ രാജൻ. ATM കാർഡിന്റെ വലിപ്പത്തിൽ QR കോഡും 10 അക്ക ഡിജിറ്റൽ നമ്പറും ഉൾപ്പെടുന്ന കാർഡാണ് ഓരോ കുടുംബത്തിനും നൽകുന്നത്. ഭൂമി, കെട്ടിടങ്ങൾ, ക്രയവിക്രയങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഈ സ്മാർട്ട് കാർഡിൽ രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ആധുനിക ഗവേഷണത്തിലൂടെ ഇന്ത്യ യോഗയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര യോഗദിനം വിപുലമായി ആചരിച്ച സംസ്ഥാനം കേരളത്തെ സമ്പൂർണ്ണ യോഗ സംസ്ഥാനമായി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി GR അനിൽ. വിദ്യാർത്ഥികൾ ജനാധിപത്യത്തെ അറിഞ്ഞു വളരണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി.
പരമ്പരാഗത കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനത്താകെ നടപ്പാക്കുന്ന ഞാറ്റുവേല ചന്ത കർഷക സഭ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലീഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ. ഒന്നാം ഇന്നിംഗ്സിൽ നേടിയത് 471 റൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.